ഒരു മുഅ്മിനായ മനുഷ്യൻ അല്ലാഹുവിന്റെ ഖലീഫയാണ് ഈ ലോകത്തെ ജീവിതത്തിൽ. ഖലീഫ എന്ന വാക്കിന്റെ അർത്ഥം പ്രതിനിധി എന്നാണ്. ഒരു പ്രതിനിധിയുടെ ദൗത്യം എന്താണ്? ഉദാഹരണത്തിന് ഇന്നിവിടെ പ്രഭാഷണം നടത്താൻ ഉത്തരവാദപ്പെട്ട ഒരാള്, അദ്ദേഹം ഒരു പ്രതിനിധിയെ ഇവിടെ അയച്ചാൽ അദ്ദേഹം ഇവിടെ വന്ന് ചെയ്യേണ്ടത് പ്രഭാഷണം നടത്തുകയാണ്. ഈ പ്രാതിനിധ്യം, പ്രതിനിധിയാവുക എന്ന ദൗത്യ നിർവഹണം ഒരു മുഅ്മിനായ മനുഷ്യനിൽ നിന്ന് എങ്ങനെ ഉണ്ടാകണം? അല്ലാഹുവിനെ കുറിച്ച് നമ്മൾ ഏറ്റവും കൂടുതൽ പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുന്നത് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന മഹത്തായ വാചകത്തിലൂടെ. ഈ വാക്കിൽ അല്ലാഹുവിന്റെ സിഫത്തുകൾ രണ്ടെണ്ണം പ്രത്യേകം എടുത്ത് പരിചയപ്പെടുത്തുന്നുണ്ട്. റഹ്മാൻ, റഹീം. ഇത് രണ്ടും ആത്യന്തികമായി ചെന്ന് വീഴുന്നത് റഹ്മത്ത് എന്ന ഒരു ആശയത്തിലാണ്. കാരുണ്യം എന്ന ഒരു ആശയത്തിലാണ് ഈ പദം ചെന്ന് പതിയുന്നത്. കരുണ, കാരുണ്യം. ഈ കാരുണ്യമാണ് ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ നിറഞ്ഞു നിൽക്കേണ്ടത് അല്ലാഹുവിന്റെ പ്രതിനിധി എന്ന നിലക്ക്. അത് എല്ലായിടത്തും അങ്ങനെയാണ് വേണ്ടത്. മഹാനായ ഖുതുബുൽ ആലം റഈസുൽ സാഹിദീൻ സിഎം മുഹമ്മദ് അബീബക്കർ അൽ മടവൂരി ഖദ്ദസല്ലാഹു സിർറുൽ അസീസ് മഹാനവറുകളുടെ ജീവിതം, സംശുദ്ധമായ ജീവിതം, അത് ജനനം മുതൽ മരണം വരെ ഓരോ ഘട്ടവും സംശുദ്ധമാണ്. ആ സംശുദ്ധമായ ജീവിതത്തിലൂടെ അവിടുന്ന് ഈ ലോകത്തേക്ക് നിർവഹിച്ച ദൗത്യം അത് ഈ ഖിലാഫത്താണ്, ഈ പ്രാതിനിധ്യമാണ്. പ്രാതിനിധ്യം നിർവഹിക്കുന്ന സമയത്ത് വിശ്വാസത്തിന്റെ ടേസ്റ്റുകൾക്ക് ചില വൈജാത്യങ്ങളുണ്ടാകും, ചില വ്യത്യസ്തതകളുണ്ടാകും. ഭക്ഷണം നമുക്കെല്ലാവർക്കും ആവശ്യമുള്ള ഭക്ഷണം കഴിക്കുന്ന സമയത്ത് നാം ഒരു വിഭവം, ഒരു സദ്യ കഴിച്ചു തുടങ്ങി പിരിയുന്നതിനിടയിൽ അതിൽ മധുരമുണ്ടാകും, അതിൽ പുളിയുണ്ടാകും, അതിൽ എരിവുണ്ടാകും. ഇതെല്ലാം ടേസ്റ്റാണ്, എല്ലാം ആവശ്യമാണ്. മധുരം ഭക്ഷണത്തിൽ ആവശ്യമാണ്. മധുരം ശുഭലക്ഷണമാണ് ഒരു സദ്യയെ സംബന്ധിച്ചിടത്തോളം. എരു ആവശ്യമാണ്, പുളി ആവശ്യമാണ്. അതെല്ലാം അസ്ഥാനത്തായാൽ ബുദ്ധിമുട്ടാണ്. ഭക്ഷണം തന്നെയും സ്ഥാനം മാറിയാൽ ബുദ്ധിമുട്ടാണ്. രാവിലെ പ്രഭാത സമയത്ത്, ഫജ്ർ സ്വാദിഖിന്റെ സമയത്ത് എഴുന്നേറ്റ ഉടനെ തന്നെ ബിരിയാണി കഴിക്കുക എന്നത് അസാധ്യമാണ്, പ്രയാസമാണ്. ഇങ്ങനെ ഓരോ സമയത്തും സമയോചിതമായ ഭക്ഷണം വേണം എന്നതുപോലെ തന്നെ ഭക്ഷണങ്ങളിലെ ടേസ്റ്റുകളും. ചായയിൽ എരു പറ്റൂല, പായസത്തിൽ പുളി പറ്റൂല, അച്ചാറിൽ മറ്റൊരു ടേസ്റ്റ് ആയാൽ ഒരു പക്ഷേ അത് ഗുണം ചെയ്തു കൊള്ളണമെന്നില്ല. ഇതുപോലെ ഈമാനിന്റെ ടേസ്റ്റും ഇങ്ങനെ വ്യത്യാസപ്പെട്ടിരിക്കും. അമ്പിയാക്കളായ മഹാന്മാർ, ആ അമ്പിയാക്കളിൽ ഓരോരുത്തരും വ്യത്യസ്തത നിലനിർത്തിയിരുന്നു എന്നത് ചരിത്രത്തിൽ നമുക്ക് കാണാൻ കഴിയും. ഈ വ്യത്യസ്തത അഷ്റഫുൽ ഖൽഖ് സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സ്വഹാബത്തിനെ ഈ ലോകത്തേക്ക് നബി തങ്ങൾ വളർത്തി പ്രഭയേകി വിതറുന്ന സമയത്തും അവിടുന്ന് അത് നടപ്പിലാക്കിയത് കാണാം. സ്വഹാബത്ത് എല്ലാവരും ഒരേ ശൈലിക്കാരല്ല. സയ്യിദുനാ സിദ്ദീഖുൽ അക്ബർ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു മഹാനവറുകളുടെ പ്രകൃതവും രണ്ടാം ഖലീഫയായ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹുവിന്റെ പ്രകൃതവും ഒരുപോലെയുള്ള വ്യത്യാസമുണ്ട്. സ്വഹാബത്തിന്റെ ചരിത്രം പഠിക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ഈ വ്യത്യാസം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മുൻകൂട്ടി പലയിടങ്ങളിലായി പ്രഖ്യാപിച്ചത് കാണാം. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു യുദ്ധം കഴിഞ്ഞ് ആ യുദ്ധത്തിൽ പിടിക്കപ്പെട്ട, ശത്രുഭാഗത്ത് നിന്ന് പിടിക്കപ്പെട്ട യുദ്ധ പുള്ളികളെ എന്ത് ചെയ്യണമെന്ന് ചർച്ച ചെയ്യുകയായിരുന്നു ഒരു സമയം.
വ്യത്യസ്തരായ സ്വഹാബത്തിനോട് ഓരോരുത്തരോടും അഭിപ്രായം ചോദിച്ചു. ചിലർ പറഞ്ഞു, ഇവരെല്ലാം നമ്മുടെ നാട്ടുകാർ, നമ്മുടെ ജ്യേഷ്ഠാനുജന്മാർ, മക്കളോ പിതാക്കളോ ആയിട്ടുള്ളവർ, അതുകൊണ്ട് ഇവരെ വിട്ടേക്കാം. അതേസമയത്ത് മറ്റു ചിലർ പറഞ്ഞു, വിട്ടേക്കാൻ പാടില്ല, ഇവർ നമ്മുടെ ജീവിതത്തിന്റെ നിഖില മേഖലകളും ബ്ലോക്ക് ചെയ്യുകയും ജീവിതം തന്നെ താറുമാറാക്കുകയും ഒരു നാട് തന്നെ കലുഷിതമാക്കുകയും ചെയ്തിട്ടും മതിയാകാഞ്ഞിട്ട് സ്വന്തം നാട് വിട്ടു പോന്നിട്ട് പോലും നിരന്തരം വേട്ടയാടുകയും ഇപ്പൊ ഇവരെ വെറുതെ വിട്ടാൽ അതൊരു ആത്മഹത്യാ പ്രവണതയുടെ ഒരു ആത്മഹത്യാതരമായി പോകുമെന്ന ആ ഒരു അഭിപ്രായം ഉന്നയിച്ചവരും കൂട്ടത്തിൽ നമുക്ക് കാണാം. സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, എന്റെ ഉമ്മത്ത് കഴിഞ്ഞ കാലത്തെ അമ്പിയാക്കളുടെ സ്വഭാവങ്ങൾ നിലനിർത്തുന്നവരാണ്. സയ്യിദുനാ നൂഹ് അലൈഹിസ്സലാം പ്രബോധന ദൗത്യത്തിനു വേണ്ടി, ദഅവത്തിനു വേണ്ടി ഇറങ്ങി പുറപ്പെട്ടിട്ട് രാവിലെ വീട്ടിൽ നിന്ന് സമൂഹത്തിലേക്ക് ഇറങ്ങി തന്റെ ദൗത്യം നിർവഹിച്ച് പലപ്പോഴും വീട്ടിലേക്ക് തിരിച്ചെത്തുന്ന സമയത്ത് അടികിട്ടിയിട്ട്, ശരീരത്തിൽ അടികിട്ടിയിട്ട് കണ്ണും മൂക്കും വേർതിരിച്ചറിയാത്ത വിധം ശരീരത്തിൽ പ്രയാസമുണ്ടാകാറുണ്ട്. പലപ്പോഴും എഴുന്നേറ്റ് നടക്കാൻ വഴിയാത്ത വിധം ക്ഷീണിച്ചു പോകാറുണ്ട്. പക്ഷേ അപ്പോഴെല്ലാം ബഹുമാനപ്പെട്ട നൂഹ് നബി അലൈഹിസ്സലാം ക്ഷമിക്കുകയല്ലാതെ പ്രകോപിതനായത് കാണാൻ കഴിയില്ല. അതേസമയം തന്നെ സയ്യിദുനാ മൂസാ അലൈഹിസ്സലാം ഖാറൂനിന് വേണ്ടി ദുആ ചെയ്തു കൊടുത്തു. വലിയ സമ്പന്നനായി സക്കാത്ത് കൊടുക്കണമെന്ന് പറഞ്ഞപ്പതിന് തുനിഞ്ഞില്ലെന്ന് മാത്രമല്ല, എതിർവാദം ഉന്നയിക്കുകയും ധാർഷ്ട്യത കാണിക്കുകയും ചെയ്തപ്പോ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, മൂസാ, ഭൂമിയെ നിങ്ങൾക്ക് കീഴ്പ്പെടുത്തി തന്നിട്ടുണ്ട്, നിങ്ങൾക്ക് വേണ്ടതുപോലെ ഉപയോഗിക്കാം. മൂസാ നബി അലൈഹിസ്സലാം പറഞ്ഞു, യാ അർളു ഖുദി, ഭൂമിയെ ഇവനെ പിടിക്കണമെന്ന് പറഞ്ഞു. ഖാറൂനിനെ വളരെ വേദനാജനകമായ രീതിയിൽ, വളരെയേറെ പ്രയാസപ്പെടുത്തുന്ന രീതിയിൽ ഭൂമി അങ്ങ് പിടിക്കാൻ തുടങ്ങി. 70ഓളം തവണ ഖാറൂന് പറഞ്ഞു, മൂസാ, എന്നെ ഒന്ന് വെറുതെ വിടണേ. മൂസാ നബി അലൈഹിസ്സലാം വെറുതെ വിട്ടില്ല. ഇവിടെ ശരിയോ തെറ്റോ എന്നതിലുപരി വ്യത്യസ്തതകൾ അവരുടെ കാര്യനിർവഹണത്തിന്റെ ഭാഗമായി, അവരുടെ ആശയ നിർവഹണത്തിന്റെ ഭാഗമായി, അവരുടെ അധ്യാപനത്തിന്റെ ഭാഗമായി പുലർത്തിയത് നമുക്ക് കാണാം. ഇതേ വ്യത്യസ്തത ഈമാൻ പഠിപ്പിക്കുന്നിടത്ത് അല്ലാഹുവിന്റെ ഔലിയാക്കളായ മഹാന്മാരും കാണിച്ചത് കാണാം. ബഹുമാനപ്പെട്ട സിഎം വലിയുല്ലാഹി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് മഹാനമറുകളുമായി ബന്ധപ്പെട്ട വിശദമായ ചർച്ചകളും അതിൻ്റെതായ ആ പോരിശകളും ഒക്കെ നമുക്ക് പ്രഗത്ഭനായ പ്രഭാഷകൻ മുസ്തഫ സഖാഫിയിലൂടെ തന്നെ കേൾക്കാം. ഞാൻ അതിന്റെ വിശദവശങ്ങളിലേക്ക് കടക്കുന്നില്ല. എനിക്ക് മറ്റൊരു പ്രോഗ്രാമിൽ പോകേണ്ടതുള്ള സമയത്ത് നമ്മുടെ നാട്ടിലെ പരിപാടിയിൽ പങ്കാളിയാകാതിരുന്നാൽ അതൊരു മോശമായി പോകുമെന്ന് കരുതിയിട്ട് ഇടയ്ക്ക് കുറച്ച് സമയം കയറിയിരുന്നു പോകാമെന്ന് കരുതിയതായിരുന്നു. യാദൃശികമായി ഒരുപക്ഷെ ഇത് ഗുണമായെന്ന് തോന്നുന്നു. അദ്ദേഹം കുറച്ച് വൈകിയത് സദസ്സും ഒന്ന് ഭംഗിയാകും. ഞാൻ പങ്കെടുത്തു എന്നുള്ള എല്ലാവരും അറിയുകയും ചെയ്യും. അവസാനം വന്നവരും അറിയാതാകൂലല്ലോ, അതൊരു സുഖമാണ്. അപ്പോ ഇന്ന് സൂചിപ്പിക്കാനുള്ള ഒരു വിഷയവും കൂടെ, സിറാജുൽ ഹുദയിൽ നിന്ന് അവിടുത്തെ സദർ മുദരിസ് കൂടിയായ വലിയ പണ്ഡിതൻ ബഹുമാനപ്പെട്ട മുത്തലിബ് ഉസ്താദ് തയ്യാറാക്കാറുള്ള വെള്ളിയാഴ്ചയുടെ ഒരു ഖുതുബ വളരെ ഭംഗിയുള്ള, ഗാംഭീര്യമുള്ള, വിഷയ സമ്പുഷ്ടമായിട്ടുള്ളൊരു ഖുതുബ. ഇന്നത്തെ ഖുതുബയിലെ പ്രധാന ഭാഗം എന്താണെന്നറിയുന്നത്? ലഹരി ഒരു ദുരന്തമാണ്. നമ്മളൊരു 280 ആള് കയറി ഒരു ഫ്ലൈറ്റിൽ ഒരു തലതിരിഞ്ഞ ലഹരിക്കാരനുണ്ടെങ്കിൽ അപകടമാണ്. നല്ല മുത്തുമുമിനീങ്ങളായ 10 പേര് താമസിക്കുന്ന ഒരു വീട്ടിൽ ഒരു കക്ഷി ലഹരിക്കാരനാണെങ്കിൽ അവരെല്ലാം അരക്ഷിതരാണ്, അവരെല്ലാം സുരക്ഷിതരല്ല. ഒരു യാത്രക്കാരൻ ആയിരക്കണക്കിന് വാഹനം ഓടിക്കൊണ്ടിരിക്കുന്ന റോഡിൽ ഒരു യാത്രക്കാരൻ അദ്ദേഹം ലഹരിയുടെ വക്താവാണെങ്കിൽ ഈ ആയിരക്കണക്കിനോ നൂറുകണക്കിനോ ഉള്ള വാഹനങ്ങളിൽ യാത്ര ചെയ്യുന്നവരും അവര് പീഡിതരാണ്, അവര് സുരക്ഷിതരല്ല. ഇങ്ങനെ എവിടെ നോക്കിയാലും ലഹരി ദുരന്തമാണ്.
ലഹരിയെ നമ്മുടെ പുതിയ ഈ രാജ്യം ഭരിക്കുന്ന ഭരണകൂടം പോലും ഉപരിപ്ലവമായി ലഹരിക്കെതിരെ ക്യാമ്പയിനുകൾ ആചരിക്കുകയും ലഹരിക്കെതിരെ കൊട്ടിഘോഷിച്ച് ഒരു വകുപ്പ് തന്നെ ഇറക്കി വിടുകയൊക്കെ ചെയ്യുമ്പോഴും ലഹരിയെ മറുഭാഗത്ത് അനുവദിക്കുന്നത് ഒരു വിരോധാഭാസമാണ്. അതിരിക്കട്ടെ, ഞാൻ പറയുന്നത് ഇത്രമേൽ ദുരന്തപൂർണമായ ലഹരി ഇന്ന് ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത് ആരെയാണെന്നറിയോ? വളർന്നു വരുന്ന ഈ കുസുമങ്ങൾ, നമ്മുടെ പുഷ്പങ്ങളായ നമ്മുടെ മക്കളെ, ആ മക്കളെയാണ് ഏറ്റവും കൂടുതൽ ഇന്ന് ഫോക്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്താണ് ഇതിന്റെ പരിഹാരം? ഔദ്യോഗികമായി വകുപ്പ് തലങ്ങളിലൂടെ എക്സൈസ് വകുപ്പുകളൊക്കെ ഒരുപാട് മാർഗനിർദ്ദേശങ്ങൾ നൽകുന്നുണ്ട്, പരിഹാര പ്രക്രിയകൾ ചെയ്യുന്നുണ്ട്. എന്നാൽ ഒറ്റവാക്കിൽ പറയുകയാണെങ്കിൽ യഥാർത്ഥ പരിഹാരം എന്താണ്? ഒരു പരിഹാരം മാത്രമേ ഒറിജിനൽ പരിഹാരമുള്ളൂ. അതെന്താണ്? രക്ഷിതാക്കളുടെ ദൗത്യം കൃത്യമായി നിർവഹിക്കപ്പെടലാണ്. രക്ഷിതാക്കളുടെ ദൗത്യം എന്ന് പറഞ്ഞാൽ ഒരു രക്ഷിതാവിനോട് തന്റെ മക്കൾക്ക് എല്ലാ പ്രയാസങ്ങളും എല്ലാ ബുദ്ധിമുട്ടുകളും തുറന്ന് സംസാരിക്കാൻ പറ്റുന്ന വിധം കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് ഇല്ലാതെ അവന്റെ ആശയവിനിമയം സുതാര്യമായി നടക്കുന്ന ബന്ധമുണ്ടാകണം. ഈ ബന്ധമുണ്ടാകണമെങ്കിൽ ഒരു രക്ഷിതാവിന്റെ നിലപാടും സമീപനവും എങ്ങനെയാകണം? മക്കളെ അറിഞ്ഞ് സംസാരിക്കാനും മക്കളെ റെസ്പെക്ട് ചെയ്യാനും മക്കളെ പരിഗണിച്ച് സംസാരിക്കാനും പഠിക്കണം. അത് പ്രാക്ടീസ് ചെയ്യണം. ആ പ്രാക്ടീസിംഗ് മാത്രമാണ് പരിഹാരം. എന്ന് മാത്രമല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആശയവിനിമയ രീതി നമുക്കറിയില്ലേ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതത്തിൽ 10 വർഷത്തോളം, ദീർഘമായ 10 വർഷത്തോളം നിരന്തരം നബി തങ്ങൾക്ക് സേവനം ചെയ്ത് ജീവിതം സമർപ്പിച്ചൊരു വ്യക്തിയാണ് അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു. 10 വർഷം സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കൂടെ പൂർണ്ണമായി ജീവിതം കൊടുത്ത മഹാനാണ് അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു. ആ കുടുംബം മൊത്തം അങ്ങനെയാണ്. അനസ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഞങ്ങളെ കൂട്ടത്തിൽ ഒരാളായി ഇടപെട്ട് സംസാരിക്കാനും തമാശ പറയാനും ഉണ്ടാകാറുണ്ട്. ചിലപ്പോഴൊക്കെ ഞങ്ങൾ ചോദിച്ചു പോകും, നബിയെ, നിങ്ങൾ ഞങ്ങളെ കൂടെ അങ്ങനെ തമാശ പറയുകയും കളിക്കുകയും ചെയ്യുകയാണോ? അങ്ങ് വലിയ എല്ലാ അർത്ഥത്തിലും എല്ലാവരുടെയും ഹൃദയത്തിന്റെ കൊട്ടാരത്തിൽ വിരാജിക്കുന്ന രാജാവാണ്, എല്ലാമാണ് ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം. പക്ഷേ ഞങ്ങളുടെ കൂടെ അങ്ങനെ തമാശ പറയുകയും ഇടകലർന്ന് സംസാരിക്കുകയും ചെയ്യുകയാണോ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതിന് പറഞ്ഞൊരു മറുപടിയുണ്ട്, ലാ ഖൂലു ഇല്ലാ ഹഖാ. തമാശയുടെ പേരിൽ ഒരിക്കലും സത്യമല്ലാത്ത, നീതിയല്ലാത്ത, മൂല്യമുള്ളതല്ലാത്ത ഒന്നും പറയില്ല. ഇന്നൊരുപാട് ഷോകളാണ്, ലക്ഷങ്ങളും കോടികളും ചെലവഴിച്ചിട്ടുള്ള ചാനൽ ഷോകളാണ്. എന്തിനാണ് ചാനൽ ഷോകള്? ചിരിക്കാൻ വേണ്ടി എന്ത് വങ്കത്തരവും ചെയ്യാം. വലിയ വലിയ സ്ഥാനങ്ങളിൽ വിരാജിക്കുന്നു എന്ന് വിചാരിക്കപ്പെടുന്നവരായ സെലിബ്രിറ്റികളെ കൊണ്ടുവന്നിട്ട് എല്ലാ കോപ്രായവും കാണിച്ച് ചിരിക്കുക. ഇതിന് മാനസിക രോഗം എന്നാണ് പറയുന്നത്. ഈ മാനസിക രോഗമാണ് ഇന്ന് നമ്മുടെ സമൂഹത്തിൽ ചിരിക്കാൻ വേണ്ടി ഏറ്റവും കൂടുതൽ ഉപയോഗപ്പെടുന്നത്. തമാശ വേണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അനസ് റളിയല്ലാഹു അൻഹു പറയുന്നു, എന്റെ വീട്ടിൽ വന്നാൽ എന്റെ ചെറിയ അനുജനുണ്ട്. ഈ ചെറിയ അനുജൻ, അവനൊരു പക്ഷിയുണ്ട്, അവന്റെ പെറ്റ്. അവൻ വളർത്തുന്ന ഒരു നല്ല, കാണാൻ നല്ല ഭംഗിയുള്ള കൊക്കുള്ള, ഭംഗിയുള്ള ചിറകുള്ള, നല്ല കാലുകളൊക്കെയുള്ള, കളർഫുൾ ആയിട്ടുള്ള കാലുകളൊക്കെ ഉള്ള ഒരു പക്ഷി ഉണ്ടായിരുന്നു എന്റെ അനുജൻ വളർത്തുന്നത്. ആ പക്ഷി ചത്തുപോയപ്പോ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വീട്ടിൽ വന്നപ്പോ എന്റെ അനുജനെ വിളിച്ചിട്ട് ചോദിക്കുന്നു, നിന്റെ പക്ഷിക്ക് എന്തു പറ്റി? എന്റെ അനുജന്റെ കൊച്ചു ഭാഷയിൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിശദമായി എന്റെ അനുജനോട് സംവദിക്കുന്നു, തമാശ പറയുന്നു, അവന്റെ തലത്തിലേക്ക് ഇറങ്ങി സംസാരിക്കുന്നു. ഒരു ദിവസം ഒരാൾ ചോദിച്ചു, നബി, എനിക്കൊരു വാഹനത്തിന് പുറത്ത് കയറാനുള്ള ചാൻസ് തരൂ? സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഞാൻ നിനക്കൊരു ഒട്ടകക്കുട്ടിയെ തരാം, ഞാൻ നിനക്കൊരു ഒട്ടകക്കുട്ടിയെ തരാം. അത് പറഞ്ഞപ്പോ ഈ മനുഷ്യൻ ചോദിച്ചു, അല്ല നബി, എനിക്ക് യാത്ര ചെയ്യാൻ, പുറത്തു കയറി യാത്ര ചെയ്യാനല്ലേ ചോദിച്ചത്, ഇത് ഈ ഒട്ടകക്കുട്ടീനെ കൊണ്ട് എന്ത് ചെയ്യാൻ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തിരിച്ചു ചോദിച്ചു, മോനെ, യാത്ര ചെയ്യുന്ന എത്ര വലിയ ഒട്ടകാണെങ്കിലും അത് മറ്റൊരു ഒട്ടകത്തിന്റെ കുട്ടിയല്ലേ? അപ്പോഴാണ് അയാൾക്ക് ആ റൊമാൻറ്റിക് ആയ മീനിങ് മനസ്സിലായത്.
സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആശയത്തിൽ സത്യത്തിനെതിരാകാത്ത, ഇപ്പൊ തമാശക്ക് വേണ്ടി മറ്റൊരാളെ ഇൻസൾട്ട് ചെയ്യുക, സർപ്രൈസ് എന്ന് പറഞ്ഞിട്ട് ഓരോരോ കോപ്രായങ്ങൾ കാണിക്കുക, അങ്ങനെ ഒരുമാതിരി വഷളത്തരങ്ങൾ ചെയ്തിട്ട് ആസ്വദിക്കുന്നതിന് പകരം ആസ്വദിക്കേണ്ടതും ആസ്വദിപ്പിക്കേണ്ടതും മൂല്യങ്ങളിൽ ഒതുങ്ങി നിന്നിട്ടാണ്. മൂല്യങ്ങളിൽ നിന്ന് താഴെയിറങ്ങിയിട്ടുള്ള ആസ്വാദനം, അതിന് ആസ്വാദനം എന്നല്ല പറയാ, അത് മാനസിക രോഗമാണ്. മെന്റലി ട്രബിൾ ഉള്ളവരുടെ പരിപാടിയാണ് ഈ വങ്കത്തരങ്ങൾ കാണിച്ചിട്ട് ആസ്വദിക്കുക എന്ന് പറയുന്നത്. ഈ ശൈലിക്ക് പകരം എന്തുണ്ടാകണം? പ്രായമുള്ള ഒരു പെണ്ണ്, ഒരു സ്ത്രീ, ആ സ്ത്രീ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സമീപിച്ച് സംസാരിക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് എനിക്ക് സ്വർഗ്ഗത്തിൽ കിടക്കണമെന്ന ആശകൾ പങ്കുവെക്കുന്ന സമയത്ത് നബി തങ്ങൾ പറയുന്നു, സ്വർഗ്ഗത്തിൽ പ്രായമുള്ളവരുണ്ടാവൂല, ഇങ്ങനെ പ്രായമുള്ളവരൊന്നും സ്വർഗ്ഗത്തിൽ കിടക്കൂല, സ്വർഗ്ഗത്തിൽ യുവതികളായി. ഈ പെണ്ണുങ്ങൾ ബേജാറായി എന്ന് പറഞ്ഞാൽ ആ ഒരു ആസ്വദിക്കാൻ പറ്റുന്ന ആ ഒരു ലെവല്. ഇപ്പൊ ചോദ്യം ഉന്നയിക്കപ്പെട്ടു, നബിതങ്ങൾ പറഞ്ഞു സ്വർഗത്ത് കടന്ന എല്ലാവരും യുവതികളാണ്. അപ്പൊ പെണ്ണുങ്ങൾ സമാധാനം. തമാശകൾ പറയാം, പക്ഷെ തമാശകൾ അവസരോചിതമാകുന്ന സമയത്ത് ഇത് ഞാൻ ഇവിടെ സൂചിപ്പിക്കാനുള്ള കാരണം, ഇന്ന് മക്കളോടെങ്ങനെ പെരുമാറണമെന്നറിയാത്തതിന്റെ പേരിൽ ജീവിതം ദുരന്തപൂർണമായി കൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം ഏതോ ഒരു മുസ്ലിം സ്ഥാപനത്തിൽ, കേരളത്തിന്റെ ഒരു ഭാഗത്ത് നടന്ന മുസ്ലിം സ്ഥാപനത്തിലെ ഒരു ആത്മഹത്യയെ കുറിച്ച്, അല്ലെങ്കിലും അങ്ങനെയാണല്ലോ, ഏതെങ്കിലും അത്തരം ഒരു കണ്ടന്റ് കിട്ടിയാൽ ചാനലിൽ കയറിയിരുന്നു കുരക്കാൻ ഇഷ്ടം പോലെ സാമൂഹിക നായകന്മാരുണ്ടായിരുന്നു, രാഷ്ട്രീയ പ്രതിനിധികളുണ്ടായിരുന്നു. ഈ കുര അവസാനിക്കാൻ മാത്രം ധാർമ്മികതയിലേക്കും മൂല്യങ്ങളിലേക്കും ഇവരെന്നാണ് ഉയർന്നു വരിക എന്ന് സമൂഹത്തിന്റെ അടിത്തട്ടിലുള്ളവർ വരെ ചോദിച്ചു പോവുകയാണ്. ഇന്നും ഉണ്ട് ആത്മഹത്യ. ആത്മഹത്യയുടെ കാരണം എന്താ? അഫയറുകളാണ്, ലവ് അഫയറുകളാണ്, പ്രണയമാണ് കാരണം. ഈ പ്രണയത്തിന്റെ ഏറ്റവും വലിയ ദാരുണമായ ദുരന്തപൂർണമായ അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്താനുള്ള പ്രധാന കാരണം എന്താണെന്നറിയോ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നടപ്പിലാക്കിയ ഒരു പാരന്റിംഗ് നടപ്പിലാക്കാൻ കഴിയാത്തതുകൊണ്ട്. അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നടപ്പിലാക്കിയ പാരന്റിംഗ് എങ്ങനെയാ? സയ്യിദുനാ ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹുമാ, ആ രണ്ട് കുട്ടികളും നബിതങ്ങളൊന്നും മറന്നു കിടന്ന വയറ്റ് കയറി ഇരുന്ന് ചാടിക്കളിക്കും. ഒരു ദിവസം ഇങ്ങനെ കളിക്കുന്നത് കണ്ടപ്പോ വീട്ടിൽ ജോലി ചെയ്യുന്ന ആ സഹോദരി വന്നിട്ട് ഇവരെ മാറ്റാൻ ശ്രമിച്ചപ്പോ നബിതങ്ങൾ പറഞ്ഞു, നിങ്ങളെ ഡ്യൂട്ടി ചെയ്താൽ മതി, അവരെ തൊട്ട് കളിക്കണ്ട. ഇത് അവരുടെ റൈറ്റ് ആണ്, അവരുടെ അവകാശമാണ്, അവർ കളിക്കട്ടെ. ഈ സഹോദരിയുടെ ബേജാറെന്താ? മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളുടെ വയറ്റത്ത് കയറിയിരുന്ന് മൂത്രമൊഴിച്ച എങ്ങനെ ഉണ്ടാകും? അതാണ് നിങ്ങൾ പറഞ്ഞു, ഒരിക്കലും നിങ്ങൾക്ക് അങ്ങനെ ഒരു ഫിയർ ആവശ്യമില്ല, അങ്ങനെ ഒരു ഭയം വേണ്ട. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഉള്ളൂ ഇവർക്കൊരു ആന കളിക്കാൻ. നബി തങ്ങൾ രണ്ട് കാലും മുട്ടുകുത്തിയിരുന്ന് രണ്ട് കൈയും കുത്തിയിരുന്ന് കാണിച്ചു കൊടുക്കുന്നു. രണ്ടുപേരും കൂടെ പുറത്തു കയറിയിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവർക്ക് ആന കളിച്ചു കൊടുക്കുന്നു. ഇന്ന് പറ്റുന്ന എത്ര പാരന്റ്സ് ഉണ്ട്, അത്ര എഡ്യൂക്കേറ്റഡ് ആണെങ്കിലും അൺഎഡ്യൂക്കേറ്റഡ് ആണെങ്കിലും കഴിയുമോ? ഇത് കഴിയാത്ത കാലത്തോളം നിങ്ങളുടെ പാരന്റിംഗ് പൂർണ്ണമല്ല. 9 വയസ്സിന് ശേഷം നമ്മുടെ മക്കൾക്ക്, ആൺകുട്ടികൾക്കായാലും പെൺകുട്ടികൾക്കായാലും, അവരുടെ ക്ലാസ്സിൽ പഠിക്കുന്നതോ അല്ലാത്തതോ ആയ ഒരാളോട്, ഒരു വ്യക്തിയോട്, അത് എതിർ ലിംഗത്തിൽപ്പെട്ട ആളാണെങ്കിലും ശരി, അല്ലെങ്കിൽ സെയിം ലിംഗത്തിൽപ്പെട്ട ആളാണെങ്കിലും ശരി, അവരോട് പ്രത്യേക താല്പര്യം തോന്നുന്ന സമയത്ത് അത് ഷെയർ ചെയ്യാൻ ഒരു പിതാവ് യോഗ്യനല്ലെങ്കിൽ, ഒരു മാതാവിനോട് അത് ഷെയർ ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ പാരന്റിംഗ് പൂർണ്ണമല്ല. നിസ്കാരം ഫർള് ഐനായതുപോലെ, നോമ്പ് ഫർള് ഐനായതുപോലെ, നിസ്കാരത്തെ കുറിച്ച് പഠിക്കൽ ഫർള് ഐനാണെന്നതുപോലെ, നോമ്പിനെ കുറിച്ച് പഠിക്കൽ ഫർള് ഐനാണെന്നതുപോലെ, ഈ പാരന്റിംഗ് പ്രാക്ടീസ് ചെയ്ത് പഠിക്കുന്നത് ഫർള് ഐന് തന്നെ. പഠിക്കാത്ത പക്ഷം വലിയ ദുരന്തങ്ങളാണ് പലപ്പോഴും നമ്മുടെ തലക്കുമേലിങ്ങനെ തൂങ്ങിക്കിടക്കുന്നത്. ഈ ദുരന്തങ്ങൾക്ക് വിധേയമാകാതിരിക്കാനുള്ള ഒരേ ഒരു മാർഗം, അതാണ് ഞാൻ തുടക്കത്തിൽ സൂചിപ്പിച്ചു വെച്ചത്. നമ്മുടെ ഈ കമ്മ്യൂണിക്കേഷൻ നടക്കുന്ന സമയത്ത് അതിനൊരു ട്രാൻസ്പെറൻസി വേണം, ഒരു ക്ലിയർ വേണം. എങ്ങനെയാണ് ഈ ക്ലിയർ ഉണ്ടാകൽ? എങ്ങനെയാ ക്ലിയർ ഉണ്ടാകാൻ? മനസ്സാണ് ആദ്യം ക്ലിയർ ആകേണ്ടത്.
എങ്ങനെയാണ് മനസ്സ് ക്ലിയർ ആകേണ്ടത്? പലപ്പോഴും പല കേസുകളും നമ്മുടെ മുമ്പിൽ വരുന്ന സമയത്ത് പല രക്ഷിതാക്കളും നെഞ്ചു പൊട്ടി പറയുന്ന ഒരു വാക്കുണ്ട്, ഞാൻ ഇവരെ അങ്ങനെ പോറ്റിയതാ, എന്നിട്ട് എന്നോട് ഇങ്ങനെ ചെയ്തു കളഞ്ഞു. പണ്ട് കഞ്ഞി കുടിച്ച് കഴിയുന്ന സമയത്ത് അരി വറ്റുമണി ഇല്ലാത്തപ്പോ ആ വെള്ളം നമ്മൾ കുടിക്കുകയും വറ്റുവന് കൊടുക്കുകയും ചെയ്ത് പോറ്റിയതായി, എന്നിട്ട് അങ്ങനെ ചെയ്തു കളഞ്ഞു. ഈ വാക്കിന്റെ അർത്ഥം എന്താ? നിങ്ങൾ പലപ്പോഴും മക്കളെ പോറ്റുന്നതിന്റെ ഔചിത്യം, നിങ്ങളെ മക്കളെ പോറ്റുന്നതിന്റെ ലക്ഷ്യം, ആ ലക്ഷ്യം ഭാവിയിൽ എനിക്ക് ഈ മക്കളെ ആവശ്യമുണ്ട്, എനിക്ക് ഉപകാരപ്പെടണം. ഞാൻ അതിനെ കുറിച്ച് അഭിപ്രായപ്പെടുത്തുന്നത് നമ്മുടെ നാട്ടിലൊക്കെ ഒരു പഴയ കാലത്തൊരു നടപ്പുണ്ടായിരുന്നു, പണപ്പയറ്റ്. അതാണ് ഇസാഫ്. സാധാരണ ബിസിനസ് സ്റ്റഡീസിലെ +2 ഒക്കെ പഠിക്കുന്ന സമയത്ത് ബിസിനസ് സ്റ്റഡീസും അക്കൗണ്ടൻസിയും ഒക്കെ പഠിക്കുമ്പോ അതിൽ ഉപയോഗിക്കുന്ന ഒരു വാക്കുണ്ട്. ആ വാക്കാണ് ഇത് ലൈഫിൽ ഉപയോഗിക്കാൻ പാടില്ല. ലൈഫിൽ ഇതിന് യാതൊരു ചാൻസും ഇല്ല. ലൈഫിൽ ഇത് വരുന്നത് കൊണ്ടാണ് ഇത് ഏറ്റവും കൂടുതൽ കൊളായിക്കൊണ്ടിരിക്കുന്നത്. എന്താണ് പ്രശ്നം? മക്കളെ പരിചരിക്കുന്ന സമയത്ത് നമ്മുടെ മനസ്സിലുണ്ടാകേണ്ട മെന്റാലിറ്റി എന്താ? നമ്മുടെ ചിന്താഗതി എന്താ? നമ്മളെ വീട്ടിലേക്ക് വരുന്ന സമയത്ത് കൊച്ചു കുഞ്ഞിനെ കാണുമ്പോ നമുക്ക് നല്ല സന്തോഷമാണ്. ആ കൊച്ചു കുഞ്ഞിന്റെ കുസൃതികളും പുഞ്ചിരിയും പാൽപുഞ്ചിരിയും കാണുന്ന സമയത്ത് നമ്മുടെ മനസ്സിൽ തേന്മഴ പെയ്യാറുണ്ട്. ഈ തേന്മഴ പെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ഈ ഡയറക്ഷൻ പോകുന്നത്, നിങ്ങളുടെ മനസ്സ് ചിന്താഗതികൾ ചെന്ന് കണക്ട് ചെയ്യുന്നത് ഈ കുഞ്ഞ. എന്നാൽ ഒന്നുകൂടി നമ്മൾ വളരണം. ഇതുപോലെ ഒരുപാട് കുഞ്ഞുങ്ങൾ കാണുമ്പോൾ സമയത്ത് നമുക്ക് ഈ മെന്റാലിറ്റി ഉണ്ടാകാറുണ്ടോ? ഈ സുഖം കിട്ടാറുണ്ടോ? ചെറിയ കുഞ്ഞുങ്ങളെ കാണുമ്പോൾ പൊതുവെ ഒരു സന്തോഷം ഏതൊരു മനുഷ്യനും ഉണ്ടാകും. പക്ഷേ നിങ്ങളുടെ സ്വന്തം കുഞ്ഞിനെയോ പേരക്കുട്ടിയെയോ കാണുന്ന സമയത്തുണ്ടാകുന്ന മനസ്സിലെ തേന്മഴ നിങ്ങൾക്ക് മറ്റൊരു കുട്ടിയെ കാണുന്ന സമയത്തുണ്ടാകാറുണ്ടോ? നോ, ഇല്ല, ഉണ്ടാകില്ല. എന്താണ് റീസൺ? എന്താണ് കാരണം? അതിന്റെ കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിച്ച ഒരു അത്ഭുതമാണത്. ومن آياته أن خلق لكم من أنفسكم أزواجا لتسكنوا إليها وجعل بينكم مودة ورحمة. അല്ലാഹു പഠിച്ച അത്ഭുതങ്ങളിലെ ദൃഷ്ടാന്തങ്ങളിലൊരു ദൃഷ്ടാന്തമാണ് നിങ്ങളുടെ മനസ്സിൽ നിന്ന് ഈ കുഞ്ഞിന്റെ മനസ്സിലേക്ക് പണിതിരിക്കുന്ന ആ നൂൽപ്പാലം. ആ സ്വർണത്തിന്റെയോ അല്ലെങ്കിൽ അതിലേറെ വിലപിടിപ്പുള്ളതോ ആയ ഒരു പാലം അവിടെ പണിയപ്പെട്ടിട്ടുണ്ട്. ഈ പാലം പണിതത് കൊണ്ടാണ് നിങ്ങളുടെ മനസ്സിൽ അങ്ങനെ ഒരു സുഖം കിട്ടുന്നത്. ഈ സുഖം അനുഭവിക്കുന്ന സമയത്ത് ജസ്റ്റ് ഒരു മിനിറ്റെങ്കിലും ഈ ഒരു സുഖം പടച്ച റബ്ബ്. പലപ്പോഴും നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ, ഒരു പിതാവ് ഇവിടെ നമ്മളിപ്പോ ഒരു അരമണിക്കൂർ സമയം അല്ലെങ്കിൽ 20 മിനിറ്റ് സമയത്തോളം നമ്മൾ ഇരുന്നു. ഈ ഇരുന്ന സമയം നമ്മളെല്ലാവരും ഒന്ന് എഴുന്നേറ്റ് നിന്നിട്ടുണ്ടെങ്കിൽ കാലുകടയും, ഒന്ന് നടക്കണമെന്ന് തോന്നും, അല്ലെ ഇരിക്കണമെന്ന് തോന്നും. അതേ സമയത്ത് നമ്മളെ മക്കളെയോ പേരക്കുട്ടിയെയോ പനിച്ചിട്ട് തോളിലിട്ടിട്ട് അല്ലാഹു എല്ലാ രോഗങ്ങളിൽ നിന്നും എല്ലാരെയും കാക്കട്ടെ, ആശുപത്രി വരാന്തയിൽ ഇങ്ങനെ നടക്കുകയാണ്. സമയം 1 മണി 2 മണിയായി, മണിക്കൂറുകളായി നടക്കുന്നു. പക്ഷേ നമ്മുടെ മനസ്സിലെ റഹ്മത്ത് വർക്കൗട്ട് ആകുന്ന സമയത്ത് ഒരു വിഷമവുമില്ല. 20 മിനിറ്റ് നിൽക്കുമ്പോഴുണ്ടാകുന്ന വിഷമം പോയിട്ട് അതിന്റെ 4/1 പോലും ഈ തോളിൽ നീര് കെട്ടിയിട്ട് മണിക്കൂറുകളോളം ഈ ആശുപത്രി വരാന്തയിൽ നടന്നപ്പോ ഉണ്ടാകുന്നില്ല. എന്തുകൊണ്ടാണ് ഈ അത്ഭുതം സംഭവിക്കുന്നത്? വമിൻ ആയാതിഹി, അല്ലാഹുവിന്റെ ദൃഷ്ടാന്തമാണ്. ഈ ദൃഷ്ടാന്തത്തിന്റെ ഭാഗമായി അനുഭവിക്കുന്ന ഈ സുഖമൊന്ന് മനസ്സിൽ കൊണ്ടുവരുമ്പോ അല്ലാഹുവിനൊന്ന് സ്തുതി പറഞ്ഞു നോക്കൂ. അൽഹംദുലില്ലാഹ്, ഈ അത്ഭുതം പടച്ച അല്ലാഹു, എന്റെ മക്കളെ എനിക്ക് തന്ന അല്ലാഹു, ആ മക്കളിലൂടെ മനസ്സിന് ഈ സുഖം പടച്ച റബ്ബ്, ആ റബ്ബിനെ ഒന്ന് കാണുന്നൊരു സമയം അന്നിത്ര സുഖമുണ്ടാകും. റബ്ബേ, എനിക്കതിന് തൗഫീഖ് നൽകണമല്ലോ. ഈ പ്രാർത്ഥനയൊന്ന് മനസ്സിലൂടെ ഓടിച്ചെടുക്കാനും നമുക്ക് ഈ സമയം സാധിക്കണം. മക്കളെ പരിപാലിക്കുന്ന സമയത്ത് നമ്മൾ ഒന്നുകൂടി മാറേണ്ടതുണ്ട്. അതെന്താണ്?
മക്കളെ ഹിദായത്തിലാക്കുന്നവൻ നമ്മളല്ല, മക്കളെ നന്നാക്കുന്നവൻ നമ്മളല്ല, മക്കളെ ചീത്തയാക്കുന്നവൻ നമ്മളല്ല. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അവനാണ് മക്കളുടെ ഖാലിഖ്, മക്കളുടെ പടച്ചവൻ. ആ പടച്ചവൻ നമുക്ക് ഏൽപ്പിച്ച ദൗത്യങ്ങളാണ് നമ്മൾ നിർവഹിക്കേണ്ടത്. ആ ദൗത്യം നാം കൃത്യമായി നിർവഹിക്കുകയാണെങ്കിൽ ബാക്കിയുള്ളത് അല്ലാഹു ഏറ്റെടുക്കുന്നതാണ്. അതുകൊണ്ട് ആ പരിശുദ്ധ ഖുർആനിൽ നൂഹ് നബി അലൈഹിസ്സലാമിന്റെ ചരിത്രം പറയുന്ന സമയത്ത് അല്ലാഹു പരിചയപ്പെടുത്തി, യാ ബുനയ്യർകബ് മാനാ, വെള്ളം ഇങ്ങനെ നാലു ഭാഗത്തു നിന്നും നിറഞ്ഞു കയറിക്കൊണ്ടിരിക്കുന്നു. രക്ഷപ്പെടാൻ നൂഹ് നബിയുടെ കപ്പല്ലാത്ത ഒരു വഴിയുമില്ലാതെ വന്നപ്പോ തന്റെ ആദർശം സ്വീകരിക്കാത്ത മകനോട്, മോനെ ഈ ആദർശത്തിലേക്ക് വന്ന് കപ്പലിലേക്ക് കയറൂ എന്ന് പറഞ്ഞപ്പോ, സാവീല ജബലിൻ, ഞാൻ ഏതെങ്കിലും പർവ്വതങ്ങളിൽ ചെന്ന് കയറിക്കോളാം, നിങ്ങൾ വഴിക്ക് വിട്ടോ എന്ന് പറഞ്ഞ മോന്റെ ചരിത്രം പരിശുദ്ധ ഖുർആൻ പഠിപ്പിക്കാനുള്ള കാരണം, മക്കൾക്ക് വേണ്ടി പ്രവർത്തിക്കുമ്പോ, ആശ്രിതർക്ക് വേണ്ടി പ്രവർത്തിക്കുമ്പോ തവക്കൽ അലല്ലാഹ്, തവക്കുലാക്കേണ്ടത് അല്ലാഹുവിലാണ്, നമ്മുടെ കഴിവിലല്ല, നമ്മുടെ സാമർത്ഥ്യത്തിലല്ല, നമ്മുടെ സമ്പത്തിലല്ല, നമ്മുടെ സൗകര്യങ്ങളിലല്ല. തവക്കുലാക്കേണ്ടത് റബ്ബിലാണ്. ഉത്തരവാദിത്തങ്ങൾ കൃത്യമായി നമ്മൾ നിർവഹിക്കണം. അതിൽ കവിഞ്ഞപ്പുറത്തു പോയാലും ഇപ്പുറത്ത് നിന്നാലും രണ്ടും അപകടം തന്നെയാണ്. ദൗത്യത്തിന്റെ മേലെ ഏറ്റെടുത്താലും ദൗത്യത്തിൽ നിന്ന് മാറി നിന്നാലും രണ്ടും അപകടമാണ്, രണ്ടും നമുക്ക് ദോഷം ചെയ്യും. ഇത് കൊണ്ട് പ്രവർത്തിക്കാൻ നമുക്ക് കഴിഞ്ഞാൽ അവിടെയാണ് നമ്മുടെ ഡ്യൂട്ടി പൂർണ്ണമാകുന്നത്. ഇന്ന് നമ്മുടെ സമൂഹത്തിൽ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് ഞാൻ സൂചിപ്പിച്ചത്. അല്ലാഹുവിന്റെ ഔലിയാക്കളുടെ സംസാരശേഷി, സംസാര രീതി ശ്രദ്ധിച്ചു നോക്കൂ. ഇന്ന് നമുക്കൊരു സ്വഭാവമുണ്ട്. ഇന്ന് സോഷ്യൽ മീഡിയയിലൂടെ ഏതോ ഒരു വിഷയം, ഇപ്പൊ പണ്ഡിതന്മാരെ കുറിച്ചായാൽ പോലും നമ്മളാണ് തീരുമാനം എടുക്കേണ്ടത് എന്നുള്ള തോന്നല. രണ്ട് പണ്ഡിത സമൂഹമായി പ്രവർത്തിക്കുന്ന രണ്ട് പണ്ഡിത സംഘടനകൾ, അവർക്കിടയിൽ ഒരു അഭിപ്രായം ഉണ്ടായാൽ നമ്മൾ കാര്യമായിട്ട് തീരുമാനം എടുക്കണം എന്നുള്ള തോന്നല പലരുടെയും ഫേസ്ബുക്ക് പോസ്റ്റുകൾ കണ്ടാൽ, പലരുടെയും ഈ അഭിപ്രായ പ്രകടനങ്ങൾ കണ്ടാൽ ഇതൊക്കെ തീരുമാനിക്കുന്നത് ഞാനാണെന്ന തോന്നല. സോഷ്യൽ മീഡിയ മര്യാദകൾ, അവയർനെസ്, അവബോധം ഇന്ന് നമ്മുടെ ജീവിതത്തെ തകർക്കാൻ പോകുന്ന ഒരു വിഷയമാണ്. ഒരു പണ്ഡിത സംഘടനകൾക്കിടയിൽ ഒരു സംഭവം ഉണ്ടായി, അനൗചിത്യം ഉണ്ടായി. ആ അനൗചിത്യത്തിൽ ഞാൻ കയറി അഭിപ്രായം പറഞ്ഞിട്ടില്ലെങ്കിൽ എന്തൊരു മോശമാണെന്നുള്ള തോന്നൽ. ചിലരുടെയൊക്കെ പ്രധാനപ്പെട്ട വിഷയം മറ്റൊന്നോട് എങ്ങനെയാ മറുപടി പറയാൻ, എല്ലാവരോടും മറുപടി പറയാനൊന്നും ആരും ഏറ്റെടുക്കരുത്. ഒരു ദിവസം ഞാനൊരു ബസ്സിൽ യാത്ര ചെയ്യുന്ന സമയത്ത് എന്റെ സീറ്റിൽ ഒരാൾ അടുത്തു വന്നിരുന്നു. അദ്ദേഹം എന്നോട് ചോദിച്ചു, എനിക്ക് അയാളെ അറിയില്ല, നമ്മളെ പള്ളി എന്തായി? ഞാൻ ചോദിച്ചു, ഏത് പള്ളി? അല്ല, നമ്മളെ 40 കോടിന്റെ പള്ളി. അന്ന് ഈ സമയമല്ല, കുറച്ചു മുമ്പ്. ഞാൻ പറഞ്ഞു, ഞാൻ അറിയില്ല. അല്ല, പ്രശ്നമല്ലെന്ന് ചോദിച്ചു. എന്താ പ്രശ്നം എന്ന് ചോദിച്ചു. അല്ല, നമ്മളെ ആൾക്കാരോട് മറുപടി പറയണം. ഞാൻ പറഞ്ഞു, ഞാൻ അങ്ങനെ മറുപടി പറയാൻ ഏറ്റെടുത്തിട്ടുള്ളൂ. അല്ല, നമ്മളെ സംഘടന. ഞാൻ പറഞ്ഞു, ഞാനൊരു സംഘടനയിൽ പ്രവർത്തിച്ചത് 40 കോടിന്റെ ഒരു പള്ളി ഉണ്ട് വരുന്നത് എന്ന് കേട്ടിട്ട് സംഘടനയിൽ ചേർന്നതല്ല. ഞാൻ സംഘടനയിൽ പ്രവർത്തിച്ചത് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സ്വഹാബത്തും താബിഈകളും പഠിപ്പിച്ച ദീൻ, ആ ദീൻ ഇന്ന് പ്രാക്ടിക്കലി ഇവിടെ നടക്കുന്നത് ഒരു സംഘടനയുടെ പശ്ചാത്തലത്തിലാണെന്ന് ബോധ്യപ്പെട്ടപ്പോ, അതിൽ എന്റെ സാന്നിധ്യം എന്തായാൽ എന്റെ ദുനിയാവും എന്റെ ആഖിറവും അല്ലാഹുവിന്റെ ദീനിന്റെ വഴിയിലാകുമെന്ന് ബോധ്യപ്പെട്ടപ്പോ പ്രവർത്തിച്ചതാ. അതിൽ ഇതൊരു മാറ്ററേ അല്ല. പിന്നെ എന്തിനാ ഭയപ്പെടുന്നത്? അങ്ങനെയാ പലരും ചോദിക്കുന്നതിനൊക്കെ സമാധാനം പറയും. എന്തിനാണ് ഇങ്ങനെ കലഹിക്കേണ്ട ആവശ്യം? കലഹിച്ചിട്ട് എന്താ കിട്ടാൻ പോകുന്നത്? തമ്മിൽ കലഹിച്ചിട്ട് മനസ്സിങ്ങനെ കലുഷിതമാക്കിയിട്ട് എന്ത് കിട്ടാൻ പോകുന്നു? ഒരിക്കലും ആവശ്യമില്ലാത്ത വിഷയങ്ങൾ നമ്മൾ പോയി ഏറ്റെടുക്കേണ്ട കാര്യമില്ല. നമ്മൾ ലക്ഷ്യസ്ഥാനത്തേക്ക് നടന്നുകൊണ്ടിരിക്കുമ്പോ തിരിഞ്ഞു നോക്കിക്കൊണ്ടിരുന്നാൽ തട്ടി വീഴാൻ സാധ്യത കൂടുതൽ. വീണ പല്ല് കഴിഞ്ഞു പോകും, പിന്നെ കാണാൻ ഭംഗിയുണ്ടാവില്ല. അതുകൊണ്ട് തിരിഞ്ഞും മറിഞ്ഞു നോക്കാതെ നടക്കാൻ ശ്രമിക്കുക.
ലക്ഷ്യം അല്ലാഹു റബ്ബുൽ ആലമീൻ. കുടുംബജീവിതത്തിന്റെ ലക്ഷ്യവും സാമൂഹ്യ ജീവിതത്തിന്റെ ലക്ഷ്യവും മതജീവിതത്തിന്റെ ലക്ഷ്യവും അല്ലാഹു റബ്ബുൽ ആലമീൻ. ആലോചിച്ചു നോക്ക്, മഹാന്മാരായ ഔലിയാക്കളുടെ ജീവിതത്തിൽ അവർ പ്രാക്ടിക്കലൈസ് ചെയ്തൊരു സംഭവമാണ്. നമ്മളൊന്ന് സങ്കല്പിച്ചു നോക്ക്. നമ്മളെ നാട്ടിൽ ഒരു പ്രഗത്ഭനായ ഒരാളുണ്ട്, സങ്കല്പമാണ്. അദ്ദേഹത്തിന് ഇഷ്ടം പോലെ സമ്പത്തുണ്ട്, ഇഷ്ടം പോലെ ആളുണ്ട്, ഇഷ്ടം പോലെ കുടുംബാംഗങ്ങളുണ്ട്, എല്ലാം ഉണ്ട്. പക്ഷേ അദ്ദേഹത്തിന്റെ ഹിസ്റ്ററി ഹൈഡഡ് ആണ്. അദ്ദേഹത്തിന്റെ ചരിത്രം അറിയില്ലേ. ഹു ഈസ് ദ ഫാദർ, ആരാണ് അദ്ദേഹത്തിന്റെ പിതാവെന്ന് അറിയില്ല, ആരാണ് മദർ എന്നറിയില്ല, ആരാണ് അദ്ദേഹത്തിന്റെ ഈ രണ്ട് പൊസിഷനിലുള്ള വ്യക്തി എന്ന് ഡീറ്റെയിൽഡ് ആയിട്ട് ആർക്കും അറിയില്ല, അദ്ദേഹത്തിനും അറിയില്ല. എല്ലാം ഉണ്ടെങ്കിലും അദ്ദേഹം ഒരു 10 മിനിറ്റ് ഒന്ന് അടങ്ങിയിരുന്നാൽ അദ്ദേഹത്തിന്റെ മൈൻഡ് എങ്ങനെ ഉണ്ടാകും? സങ്കല്പിച്ചു നോക്കുക. കലുഷിതമായി. എന്റെ പിതാവ് ആരായിരിക്കും? ജീവിച്ചിരിപ്പുണ്ടാവുക, മരിച്ചിട്ടുണ്ടാവുക, ആരായിരിക്കും? ഏത് സമയവും അദ്ദേഹത്തിന്റെ ജീവിതം കലുഷിതമായിരിക്കും ഈ ചിന്തയിൽ, ഇല്ലേ? നൈസർഗികമാണ് ആ ഒരു അവസ്ഥ. ഒന്നും കൂടി ആലോചിച്ചു. ഒരു പിതാവ് ഒരു മാതാവ് മാക്സിമം എന്താ ചെയ്യാൻ പോകുന്നത്? ഒരു പിതാവിന്റെ ഡ്യൂട്ടി എന്താ? പിതാവാകാൻ വേണ്ടി. ഒരു മാതാവിന്റെ ഡ്യൂട്ടി എന്താ? വളരെ തുച്ഛമാണ്. കണ്ണുണ്ടാക്കുന്നത് പിതാവാണോ മാതാവാണോ? ബ്രെയിൻ ഉണ്ടാക്കുന്നത്, ചെവി ഉണ്ടാക്കുന്നത്, അതിന്റെ പ്രവർത്തനക്ഷമത നൽകുന്നത് കൈകള്, കാല്, മറ്റ് ശരീരത്തിന്റെ ഓരോ ഓർഗൻസും ഇത് ഇവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്നത്, അതിന്റെ ഡിസൈൻ തീരുമാനിക്കുന്നത് ഇവര് രണ്ടാളുമാണോ? ഇല്ല. ഇത് ഓരോന്നിലും അത്ഭുതങ്ങളുടെ കലവറകൾ നിറഞ്ഞു കിടക്കുന്നു. ഇതെല്ലാം പടച്ചു എന്ന് ഈ ലോകത്ത് ഒരു കക്ഷിയും ഇന്ന് ഇവരെ അവകാശപ്പെട്ടിട്ടില്ല. അല്ലാഹുവല്ല, അല്ലാഹു മാത്രമേ അങ്ങനെ അവകാശപ്പെട്ടിട്ടുള്ളൂ. ഒറ്റ ആളെ അങ്ങനെ അവകാശപ്പെട്ടിട്ടുള്ളൂ, അതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല. അങ്ങനെയുള്ള ഒരു അള്ളാഹുവിനെ അറിയാതെ അള്ളാഹുവിന്റെ വക്താവാകാത്ത ജീവിതം അത് സുരക്ഷിതമാണ്. ഈ ഓട്ടത്തിന്റെ തരിപ്പ് അവസാനിച്ചാൽ അദ്ദേഹം ശങ്കിക്കും. അതുകൊണ്ടാണ് ഒരുപക്ഷെ ലോകത്തെ ഏറ്റവും കൂടുതൽ ചിട്ടയിക്കപ്പെട്ട വിജ്ഞാന ശാഖയാണ് സൈക്കോളജി. സൈക്കോളജിയിലെ വിവിധമായ ശാഖകൾ സ്ഥാപിക്കുകയും അത് കോ ഫൗണ്ടറായി വർക്കുകയും ചെയ്ത നിരവധി പ്രഗത്ഭർ, ഒന്നിലധികം പ്രഗത്ഭർ. അവരിഷ്ടം പോലെ സമ്പത്ത് നേടി, ലോക പ്രശസ്തി നേടി, എല്ലാം നേടി, അവസാനം ആത്മഹത്യ ചെയ്തു. ആത്മഹത്യാക്കുറിപ്പിൽ അവർ കുറിച്ചു വെച്ചത് എന്താണെന്നറിയോ? അവർ കുറിച്ചു വെച്ചത്, ഞങ്ങൾക്ക് ഈ ലോകത്ത് വേണ്ടിയിരുന്നത് പ്രശസ്തിയാണ്, ആ പ്രശസ്തി നേടി. ഞങ്ങൾക്ക് സമ്പത്ത് വേണമായിരുന്നു, ഇഷ്ടം പോലെ ഞങ്ങൾ നേടി, ഇനി എന്തിനാ സമയം വേസ്റ്റ് ആക്കുന്നത്? പോവുക. പരീക്ഷ ഹാളിൽ നിന്ന് പരീക്ഷ എഴുതി കഴിഞ്ഞാൽ പിന്നെങ്ങനെ സമയം കളയാ? അവരവസാനിപ്പിച്ചു സ്വയം ജീവിതം. എന്തുകൊണ്ട് അവസാനിപ്പിക്കേണ്ടി വന്നു? ഇങ്ങനെ ഒരു പടച്ചവനില്ലാത്തത് കൊണ്ട്, ഇങ്ങനെ ഒരു പടച്ചവനെ അറിയാത്തത് കൊണ്ട് ജീവിതത്തിന്റെ മൂല്യം കളഞ്ഞുപോയി. എല്ലാം നേടി എന്ന് കരുതിയിട്ടും ഒന്നും നേടാത്തവരായി ശൂന്യതയിൽ അവർ ചെന്നുപെട്ടു. ഇവിടെയാണ് അല്ലാഹുവിലുള്ള വിശ്വാസത്തിന്റെ പ്രസക്തി ഉണ്ടാകുന്നതും. ഈ വിശ്വാസത്തിന്റെ മാധുര്യം വേണ്ടതുപോലെ ജീവിതത്തിൽ ആവാഹിച്ചനുഭവിച്ചവരാണ് അല്ലാഹുവിന്റെ ഔലിയാക്കൾ. ആ ഔലിയാക്കളെ കുറിച്ച് അല്ലാഹു പരിചയപ്പെടുത്തിയതെന്താണ്? ലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ ലഹുമുൽ ബുസ്റാ ഫിൽ ഹയാത്തിദ് ദുനിയാ വഫിൽ ആഖിറ. അല്ലാഹുവിന്റെ ഔലിയാക്കളുടെ സവിശേഷത എന്താണ്? ലഹുമുൽ ബുസ്റാ, അവർ ഹാപ്പിയാണ്. അവരുടെ ലൈഫ് ഹാപ്പിയസ്റ്റ് ലൈഫാണ്, സന്തോഷമുള്ള ജീവിതമാണ്. ആ സന്തോഷത്തിന് ഉപയോഗിച്ച അറബിയിലെ വാക്ക് നോക്കൂ, അൽ ബിസ്ർ, സന്തോഷം. ഈ
ബിശാറത്ത് ബിസ്റിൽ നിന്ന് വന്ന അതിലെ ഏറ്റവും വേർഡ് ഫോമിലെ ഏറ്റവും ടോപ്പ് ഫോമാണ് ഇസ്മുൽ തഫ്ദീൽ അബ്ശർ. ആ ഇസ്മുൽ തഫ്ദീലിൽ തന്നെ ഒന്നുകൂടി കണ്ടന്റ് കൂടുമ്പോഴാണ് ബുശ്റ എന്ന് തഅനീസാക്കി ഉപയോഗിക്കുന്നത്. ഈ സന്തോഷം പറയുന്ന സമയത്തും ലഹും എന്നതിനെ വീണ്ടും അവിടെ ഹൈലൈറ്റ് ചെയ്തു. ആദ്യം പറഞ്ഞു അഥവാ സന്തോഷത്തിന്റെ ഏറ്റവും ടോപ്പ് ഫോം ലഭിക്കുന്നവർ മുഅ്മിനീങ്ങളാണ്, ഔലിയാക്കളാണ്. എവിടെയാ അവരുടെ സന്തോഷം? പരലോകത്തെത്തിയിട്ട് മാത്രമാണോ? അല്ലേ അല്ല, ഫിൽ ഹയാത്തി ദുനിയാ, ദുനിയാവിലെ ജീവിതത്തിൽ തന്നെ അവർക്ക് സന്തോഷമാണ്. അവിടെ മാത്രമാണോ? ആഖിറത്തിലും സന്തോഷമാണ്. ഈ സന്തോഷം ലഭിക്കുന്നത് എപ്പോഴാണ്? ദുനിയാവിലെ ജീവിതത്തെ അറിഞ്ഞുകൊണ്ട് നേടുമ്പോഴാണ്. ലക്ഷ്യത്തിലേക്ക് എപ്പോഴും യാത്ര ചെയ്തുകൊണ്ടേയിരിക്കുക എന്നതെല്ലാവർക്കും ആവശ്യമാണ്. പഠിപ്പിക്കാൻ വേണ്ടി പഠിക്കുന്നവർ കുറച്ചേ ഉണ്ടാവുകയുള്ളൂ. അതേസമയത്ത് ജീവിതത്തിൽ ഉപയോഗിക്കാൻ വേണ്ടി പഠിക്കുകയെന്നത് നമുക്കെല്ലാവർക്കും വളരെ നിർബന്ധം തന്നെയാണ്. ഈ പഠനവും ശുദ്ധീകരണവും നിരന്തരം നടന്നുകൊണ്ടേയിരിക്കണം. അതിന്റെ സൂചനയാണ് നിർബന്ധപൂർവം വെള്ളിയാഴ്ചകളിൽ, ഒരു വെള്ളിയാഴ്ചയിൽ നമ്മൾ 2 തവണയാണ് തഖ്വ വേണമെന്ന് പറയുന്നത്. ജീവിതത്തിലെ ഈ വർഷങ്ങൾക്കിടയിലുള്ള മുഴുവൻ വെള്ളിയാഴ്ചകളിലും കേട്ടിട്ട് ഒരു വെള്ളിയാഴ്ച 2 തവണ എന്ന് പറയുമ്പോൾ ശരാശരി വരുന്നതിന്റെ ആവറേജ് വരുന്നത് 3 ദിവസത്തിനിടയിൽ 1 തവണയെങ്കിലും, അല്ലെങ്കിൽ 2 ദിവസത്തിനിടയിൽ 1 തവണയെങ്കിലും എന്ന് വേണമെങ്കിൽ പറയാം വിധം ഈ തഖ്വ കൊണ്ടുള്ള വസീയത്ത് വേണമെന്ന് പഠിപ്പിക്കുന്നതിന്റെ അർത്ഥം എന്താണ്? അതിന്റെ ആദർശം എന്താണ്? അവിടെ ഒരു ഫോർമാറ്റ് എന്താണ്? നിരന്തരം ആവശ്യമുള്ളതാണ് ഈ ശുദ്ധീകരണം. ഈ ഉണർത്തൽ നിരന്തരം ആവശ്യമുള്ളതാണ്. ഈ ഉണർത്തുക എന്ന ടൈപ്പിലുള്ള അറിവ് നേടുക എന്നത് നിരന്തരം നടന്നുകൊണ്ടിരിക്കണം. അതിനേറ്റവും എളുപ്പമുള്ള വഴി ഏതാണ്? പരിശുദ്ധ ഖുർആൻ തന്നെ നമുക്ക് പഠിപ്പിച്ചു തന്നു. സൂറത്ത് പരിശുദ്ധ ഖുർആനിനെ കുറിച്ച് പരിചയപ്പെടുത്തിയപ്പോൾ പറഞ്ഞു ദാലിക്കൽ കിതാബു ലാ റൈബ ഫീഹി, ഈ ഖുർആൻ നിസ്സംശയം ഹുദൽ മുത്തഖീൻ, തഖ്വ ആഗ്രഹിക്കുന്നവർക്ക് വഴികാട്ടിയാണ് ഈ ഖുർആൻ. ആ ഖുർആനിന്റെ നിങ്ങൾ പേജിന്റെ തുടക്കത്തിൽ സൂറത്തുകളുടെ പേരെടുത്ത് നോക്കൂ. 2ാമത്തെ സൂറത്ത് തന്നെ അൽ ബഖറ. അൽ ബഖറ എന്ന വാക്കിന്റെ അർത്ഥം പശു എന്നാണ്. മൂസാ നബി അലൈഹിസ്സലാമിന്റെ ജീവിതത്തിലെ പ്രധാനപ്പെട്ട ഒരു മുഅ്ജിസത്താണ് ബഖറ, പശുവിന്റെ സംഭവം. ഈ പശുവിന്റെ സംഭവമാണ് ഹൈലൈറ്റ് ചെയ്ത് ഈ സൂറത്തിൽ അവതരിപ്പിക്കുന്ന കാര്യങ്ങളിലൊന്ന്. ആലു ഇമ്രാൻ എന്ന വാക്കിന്റെ അർത്ഥം ഇമ്രാൻ കുടുംബം എന്നാണ്. ആലു ഇമ്രാൻ കുടുംബം, ചരിത്രം അതിൽ പരാമർശിക്കപ്പെടുന്നുണ്ട്. സൂറത്ത് യൂസുഫ്, സൂറത്ത് യൂനുസ്, സൂറത്ത് ലുഖ്മാൻ, സൂറത്ത് മറിയം തുടങ്ങി മഹതിമാരുടെയും മഹാന്മാരുടെയും സച്ചരിതരുടെയും ചരിത്രം നിരന്തരം അടിക്കടി ഉദ്ധരിക്കുക എന്നതാണ് പരിശുദ്ധ ഖുർആൻ ഹുദൽ ലിൽ മുത്തഖീൻ ആയി ഉപയോഗിക്കുന്നത്. ഈ ആയത്തിന്റെ ബാക്കി ഭാഗം, ഞാൻ ഓതിവെച്ച ആയത്തിന്റെ ബാക്കി ഭാഗം ലഹുമുൽ ബുസ്റാ ഫിൽ ഹയാത്തി ദുനിയാ വഫിൽ ആഖിറ എന്ന് പഠിപ്പിക്കുന്ന അതിന്റെ ബാക്കി ഭാഗത്തുള്ള ഒരു പദപ്രയോഗം ശ്രദ്ധിച്ചു നോക്കൂ. ലാ തബ്ദീല ലികലിമാത്തില്ലാഹ്, ഈ ആശയമാണ് അവിടെ ഉന്നയിക്കുന്നത്. അല്ലാഹുവിന്റെ തീരുമാനങ്ങൾക്ക് മാറ്റമില്ല, നമ്മൾ മാറ്റാൻ ശ്രമിക്കേണ്ടതില്ല, മാറ്റണമെന്ന് ആഗ്രഹിക്കേണ്ടതില്ല, മാറ്റാമെന്ന് പ്രതീക്ഷിക്കേണ്ടതില്ല. ഈ വിശ്വാസമാണ് മനുഷ്യന്റെ മനസ്സിൽ സമാധാനം നൽകുന്നത്. ആകാശം പൊട്ടിത്താഴ വീണു എന്ന് കരുതുക സത്യവിശ്വാസിക്ക് ഭയപ്പെടാനില്ല. കാരണം മാക്സിമം എന്താണ് സംഭവിക്കുക? മരിച്ചുപോകും. മരിച്ചുപോയാൽ നഷ്ടമുണ്ടോ? വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം നഷ്ടമില്ല. പിന്നെ എവിടെയാ ഒരു സത്യവിശ്വാസി ക്ഷീണിച്ചു പോകുന്നത്? എവിടെയാ? ലാ തബ്ദീല ലികലിമാത്തില്ലാഹ്,
ഈ വിശ്വാസം അടിക്കടി അരക്കിട്ടുറപ്പിക്കുന്ന ആദർശമാണ് സത്യവിശ്വാസികളുടേത്. സത്യവിശ്വാസികളുടെ ഹെഡ് പോസ്റ്റിലിരിക്കുന്നവരാണ് ഔലിയാക്കൾ. ആ ഔലിയാക്കളുടെ ജീവിത വ്രതമാണ് ലാ തബ്ദീല ലികലിമാത്തില്ലാഹ്. ഔലിയാക്കളുടെ സ്വഭാവം അങ്ങനെയാണ്. ബഹുമാനപ്പെട്ട റഈസുസ് സാഹിബീൻ ഇബ്രാഹിം ഇബ്നു അദ്ഹം റളിയല്ലാഹു അൻഹു മഹാനവറുകൾ ഒരു കപ്പലിൽ ഇങ്ങനെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുമ്പോ വലിയ കോളിളക്കമുണ്ടായി. കപ്പലാടി ഉലയുന്നു, കപ്പിത്താൻ വേർത്തു വിറക്കുന്നു. യാത്ര കപ്പലിലുള്ള എല്ലാവരും കിടന്ന് വിറക്കുക. ഇബ്രാഹിം അദ്ഹം റളിയല്ലാഹു അൻഹു ഇങ്ങനെ കിടക്കുക, യാതൊരു ഭയവും ഇല്ല. അപ്പൊ ഇവര് കരുതി ഭ്രാന്തനാണ്. ഭ്രാന്തനായതുകൊണ്ട് ഇബ്രാഹിം റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, എനിക്ക് ജീവിതത്തിൽ ഏറ്റവും ഹാപ്പിയസ്റ്റ് മൂമെന്റ്, ഏറ്റവും സന്തോഷമുണ്ടായ നിമിഷങ്ങൾ അതിലൊന്ന് ഏതാണെന്നറിയോ? ഞാൻ ബൈത്തുൽ മുഖദ്ദസിലേക്കുള്ള യാത്രക്കിടയിൽ രാത്രി തണുപ്പുള്ള യാത്രയിൽ ഒരു പള്ളി കയറി. പള്ളിയിൽ നിന്ന് രാത്രി അവിടെ ക്ഷീണിച്ച് കിടന്നുപോയി. പള്ളിയിലെ പറാവുകാരൻ, ജോലിക്കാരൻ എന്നോട് പറഞ്ഞു, പുറത്തു പോകണം, കിടക്കാൻ പറ്റില്ല, അലോട്ടഡ് അല്ല, ഇവിടെ അക്കോമഡേഷൻ സൗകര്യം ഇല്ല, പുറത്തു പോകണോന്ന് പറഞ്ഞു. എനിക്ക് എഴുന്നേക്കാൻ പറ്റുന്നില്ല. എഴുന്നേറ്റാൻ പറ്റാതിരുന്നപ്പോ അയാൾ എന്നെ ചവിട്ടി പുറത്തേക്കിട്ടു. ഞാൻ തെറിച്ചു വന്ന് ഒരു കല്ലിൽ തട്ടി വീണു. ആ സമയത്ത് ഞാൻ ഇങ്ങനെ സന്തോഷിച്ചു, എന്റെയും റബ്ബിന്റെയും ഇടയിൽ ഇപ്പോൾ മറ്റൊരാളുമില്ല, ഞാനിപ്പോൾ പൂർണ്ണ സുഖമുള്ളവനാ, എന്റെയും എന്റെ മെഹബൂബായ റബ്ബിന്റെ ഇടയിൽ ആരുമില്ല. ഒരു ഇബ്രാഹിം ഇബ്നു അദ്ഹം എന്ന് പറയുന്ന വലിയൊരാൾ, ആ ഒരാളെ ആരും കാണാനില്ല. ഞാനും എന്റെ റബ്ബും ഞാനും എന്റെ മെഹബൂബും, വേറെ ഒരാളും ഇല്ലാത്ത സുഖമുള്ള ഒരു സമയം. അങ്ങനെ പല നിമിഷങ്ങളും എണ്ണുന്നുണ്ട്. അതിലൊന്നാണ് ഈ കപ്പലിൽ ഇരിക്കുന്ന സമയത്ത് ഇവര് വന്നിട്ട് ഇയാളെങ്ങനെ ചവിട്ടി, നേരെ ചൊവ്വ വിളിക്കാൻ ഭ്രാന്തനല്ലേ, അതുകൊണ്ട് കാലുകൊണ്ട് ചവിട്ടിയിട്ട് ചോദിച്ചു, നിങ്ങൾ കാണുന്നില്ലേ ആൾക്കാരിങ്ങനെ വെപ്രാളപ്പെടുന്നത്, നിങ്ങളിങ്ങനെ സുഖമായിട്ട് കിടക്കുകയാണോ? ഇബ്രാഹിം റളിയല്ലാഹു അൻഹു പുതപ്പിട്ട് തലയിലിട്ടിട്ടുണ്ട്. പുതപ്പൊന്ന് തലയിൽ ഇളക്കിയിട്ട് ഒന്ന് പുറത്തിന്റെ ഉള്ളിൽ നിന്ന് തല പുറത്തേക്ക് ഇട്ടിട്ട് പറഞ്ഞു, പടച്ചോനെ എല്ലാരെയും പേടിപ്പിക്കാൻ കഴിയുമെന്ന് കാണിച്ചത്. കപ്പലിലുള്ള കപ്പിത്താൻ ഉൾപ്പെടെ എല്ലാ ധൈര്യശാലികളെയും വിറപ്പിക്കാമെന്ന് കണ്ടു. ഇനി ഒന്നും കൂടി കാണിച്ചു തരണം. എന്താ? ഈ വിറപ്പിച്ച എല്ലാവരെയും സ്വസ്ഥരാക്കുന്നതും കൂടി ഒന്ന് കാണിച്ചു തരണോ എന്ന വളരെ ഹാപ്പിയായി. കോളിളക്കം നിന്നു, കാറ്റ് നിന്നു, കപ്പലിളക്കം നിന്നു, ആ ബഹളവും അവസ്ഥ ഇതൊക്കെ അവസാനിച്ചു. എല്ലാവരും സലാമത്തായി. അപ്പൊ എല്ലാവർക്കും തോന്നി ആളെടുത്തെന്തോ കോളുണ്ട്. അല്ലാഹുവിന്റെ ഔലിയാക്കൾ അവരുടെ ജീവിതത്തിൽ അവരെ ഏറ്റവും കൂടുതൽ പിടിച്ചു നിർത്തുന്നത് എന്താ? അവരെ സംബന്ധിച്ചിടത്തോളം നഷ്ടത്തിന്റെ കേസേ ഇല്ല, ഖുസ്റാൻ ഇല്ലേ ഇല്ല. കാരണം ഈമാനാണ് അവരുടെ മനസ്സിൽ. അല്ലാഹു ഈ മഹാന്മാരുടെയൊക്കെ മദദ് നമ്മുടെ ജീവിതത്തിൽ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ബഹുമാനപ്പെട്ട മുസ്തഫ സഖാഫി ഉസ്താദ് നമ്മുടെ സദസ്സിലേക്ക് വരുന്നു. ഇൻഷാ അല്ലാഹ് സിഎം വലിയുല്ലാഹി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് മഹാനവറുകളുടെ മദ്ഹ് വളരെ ഭംഗിയായി ഈണത്തിൽ പാടിയും പറഞ്ഞു നമ്മുടെ മുമ്പിൽ അവതരിപ്പിച്ചതിലും നിങ്ങളൊക്കെ ധാരാളം കേട്ടവരായിരിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇൻഷാ അല്ലാഹ് ഞാൻ എൻ്റെ സംസാരം നിർത്തുന്നു. അല്ലാഹു നമ്മുടെ സദസ്സ് ദുആക്കുത്തരമുള്ള സദസ്സായി കബൂൽ ചെയ്യുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് വൈകാതെ തന്നെ നമ്മുടെ പരിപാടി ഭംഗിയായി നടക്കും. ഇതിൽ സഹകരിച്ച എല്ലാവർക്കും അല്ലാഹു ഖൈറും ബറക്കത്തും നൽകുമാറാകട്ടെ. ഇതിന്റെ തുടക്കം മുതൽ ഇതുവരെ ഒരുപാട് പേര് ഇതിനുവേണ്ടി രംഗത്തിറങ്ങി പ്രവർത്തിച്ചവരുണ്ട്, സഹായിച്ചവരുണ്ട്, വാഗ്ദാനങ്ങൾ ചെയ്തവരുണ്ട്. എല്ലാവർക്കും അല്ലാഹു എല്ലാ ഖൈറും എല്ലാ ബറക്കത്തും പ്രദാനം ചെയ്യുമാറാകട്ടെ. ഞാൻ എൻ്റെ സംസാരം നിർത്തുന്നു. ഇൻഷാ അല്ലാഹ് പെട്ടെന്ന് തന്നെ നമ്മുടെ പരിപാടി തുടരും. എല്ലാവരോടും ദുആ ചെയ്യണമെന്ന്, ദുആയിലേക്ക് എന്നെ ഉൾപ്പെടുത്തണമെന്ന് വസിയത്ത് ചെയ്യുന്നു. വാഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.